എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമയുടെ എപ്പിസോഡ് 10 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹാവച്ചൻ ഹോളി മൗണ്ടൈൻ്റെ ഉള്ളിലേക്ക് പോയി. എന്തിന്? അവന്റെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകാൻ പോകുന്ന ആ ബീസ്റ്റിന് വേണ്ടി. അതിനുള്ളിൽ അവൻ കണ്ട കാഴ്ച അത് അത്രയ്ക്ക് അടിപൊളിയായ പ്ലേസ് ആയിരുന്നു. വാട്ടവർ അവിടെ ആയിട്ട് ഒരു റാബിറ്റിനെ കണ്ടു. അത് പോകുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ട്. അത് കണ്ടപ്പോഴാണ് അവൻ ആ ബീസ്റ്റിന്റെ കാര്യം ഓർമ്മ വന്നേ. അതിനായിട്ട് പോകുന്നു. ഈ സമയത്ത് അവിടെ മുഴുവൻ നശിപ്പിച്ച് പോവാണ് ഗോയിബോ. അതുകൊണ്ട് സെയിന്റ് മൗണ്ടിന് ദേഷ്യം വന്നു. എങ്കിലും ഒന്നും ചെയ്യുന്നില്ല. കാരണം അവര് നിരീക്ഷിക്കുകയാണ് എന്നത് അറിയുക ചെയ്യണ്ടല്ലോ. അങ്ങനെയാകാം. ഹാവച്ചൻ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. അവനൊരു ആനയുടെ അടുത്തെത്തി അതിനെ നോക്കുമ്പോൾ എന്നതിന് കഴിഞ്ഞില്ല. അതേപോലെ രാത്രി ഒരു ദിവസം കടന്നുപോയി. ഗോയിബു പിന്നെയും അതേ പണി തന്നെ. അവിടെയുള്ള ജീവികളെ കൊല്ലുന്നു. അതുപോലെ മുൻപ് കണ്ട റാബിറ്റിനെ ഉപദ്രവിച്ച് അവൻ അവിടെ നിന്ന് പോയി. കുറച്ച് കഴിയുമ്പോൾ ഹാവച്ചൻ വന്ന് തന്നെ അതിനെ രക്ഷിച്ചു. ആ സെയിന്റ് മൗണ്ടിനെ കണ്ട് ഹാപ്പിയായി. ഗോയിബു എല്ലാ തവണ പോലെ ഇപ്രാവശ്യം ചെന്ന് വന്നാൽ കെട്ടി അടിച്ച് തെറിപ്പിച്ച്. ഹാവച്ചൻ ഒരു ഈഗിളിനെ അതിനെ നോക്കി കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോടെ പോവുകയാണ്. അപ്പോഴാണ് ആ റാബിറ്റ് അവനോട് ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് എന്ന രീതിയിൽ അത് അവന് മനസ്സിലാക്കിയിട്ട് പോവുകയാണ്. ഗോയിബു അവസാനം അവന് പറ്റിയ ഒരു ബീസ്റ്റിനെ തന്നെ കണ്ടുപിടിച്ചു. അവനതുമായിട്ട് പാർട്ണറായി. ഈ സമയത്ത് ഹാവച്ചനെ കൊണ്ടുപോയത് ഒരുപാട് യൂണിക്കോണിന്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് അവനെ അതിശയിച്ചു പോയി. അങ്ങനെ നിൽക്കണ അങ്ങോട്ട് കിങ് ആയ യൂണിക്കോൺ വരുന്നേ. അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. സെയിന്റ് മൗണ്ടൻ ഇത് കണ്ടിട്ട് ഇതിന്റെ അടുത്തേക്ക് ആർക്കും തന്നെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ലെവൽ 8 ബീസ്റ്റാണ് ഇവൻ. ഇത് കഴിഞ്ഞ ഫ്യൂച്ചർ നൈറ്റ് ടെമ്പിളിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവനും അതിനോട് സംസാരിക്കാനായിട്ട് നോക്കുന്നു. അവന്റെ പേര് ലോങ് ഹവച്ച മൂൺ ടെമ്പിളിലെ നൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും അങ്ങനെ എനിക്ക് അവന്റെ പാർട്ണറാകാമോ എന്നതിന് ആ യൂണിക്കോൺ ലൈറ്റ് പോലെ ഉള്ളത് അത് അവന് കൊടുക്കുന്നു. എനിക്ക് യെസ് പറയാൻ ആഗ്രഹമുണ്ട് എന്നാൽ കഴിയില്ല. കാര്യം അവനൊരു സൺ ഓഫ് ലൈറ്റ് ആണ്. അവന് പറ്റിയ ബീസ്റ്റ് എന്നത് വേറെയാണ്. അത് മറച്ചുകൊണ്ട് ഞാൻ നിന്റെ ഫ്യൂച്ചറിൽ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. അങ്ങനെ ഗോയിബു കേട്ടു. അല്ലെങ്കിലും അവൻ ആ ബീസ്റ്റിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അവന് ശരി അങ്ങനെയെങ്കിൽ അവന് പറ്റിയ ബീസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ബീസ്റ്റുകൾ ഇവിടെ റെസ്ട്രിക്റ്റ് ആണ്. അത് കേട്ട് നിരാശയായി. ഈഹോ അവനെ മാസ്റ്ററായിട്ട് വരാൻ ഇത് വേണമായിരുന്നു എങ്കിലും ഞാൻ വിട്ടുകളിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവനെ ഫോളോ ചെയ്ത ആ റാബിറ്റും അങ്ങനെ പോകുക. അവൻ ഇനി കുറച്ച് ടൈം കൂടിയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഗോയിബു അവനെ തടയുന്നത്. പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കി. എന്നാൽ ഗോയിബു ചൊറിയാനായിട്ട് നോക്കി. റാബിറ്റിന് മുമ്പ് ഇതിൽ നിന്ന് പരിക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ പേടിച്ചു നിൽക്കുകയാണ്. ഈഹോ അവനെ പറ്റി അതുകൂടി പറയുമ്പോൾ അതിന്റെ ദേഷ്യം കൂടി വന്ന് അങ്ങനെ അടിക്കാനായിട്ട് പോയി. തിരിച്ചടിക്കാൻ നോക്കി. എന്നാൽ അവന്റെ കിള്ളി പാറി. അമ്മാതിരി അടിയായിരുന്നു ഹാവച്ചൻ കൊടുത്ത്. അരമൂട്ടിൽ കുത്തിറക്കില്ല. ആ ബീസിനെ തടഞ്ഞ് അവൻ പിന്നെ ചെന്ന് അടി വാങ്ങി. നീ എന്താ നോക്കി നിൽക്കുന്നേ? അതൊരു നിൽപ്പുണ്ട്. പിന്നെ ആ ബ്ലാക്ക് ഡ്രാഗൺ അതാണ് അതിന്റെ പേര്. അത് അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നു. അതിനെ എതിർക്കാനായിട്ട് നോക്കണം. ഇടയ്ക്ക് ട്രൂ വൈറ്റ് സോഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ എതിർക്കാൻ പാടുപെടുന്നത് കാണാം. അതിനെ പിറകെ വീഴുകയും കുത്താനായിട്ട് മാറുമ്പോൾ പിന്നെ മാറി പോകുന്നു. ഗോയിബു ആണെങ്കിൽ അടിക്കാനായിട്ട് ചെല്ലുന്നു. രണ്ടുപേരെ മാനേജ് ചെയ്യാൻ ഒരുപാട് പാടുപെടുകയാണ്. അങ്ങനെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വരുന്ന സമയത്താണ് യൂണിക്കോൺ കിങ് അവിടെ എത്തി മറ്റേ റാബിറ്റ് കൊണ്ടുവന്നത്. അതാണ് അത് ലെവൽ 8 ആണല്ലോ എന്നത് ബ്ലാക്ക് ഡ്രാഗണിന് എതിർക്കാൻ കഴിയില്ല എന്നത് അറിയാം. അതുകൊണ്ട് നീ ഇത് പുറകോട്ട് പോകുന്നു. ഗോയിബുവിന് കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോ എനിക്ക് കഴിഞ്ഞില്ല, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ അവനോടൊന്ന് പോയി. ഹാവച്ച അവരോട് നന്ദി പറയുകയാണ്. അവനോട് സൺ ഓഫ് ലൈറ്റിനെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് നിന്റെ ടൈം കഴിഞ്ഞു. അങ്ങനെ അവന് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കെ നിരാശയോടെ വരുന്നു. എനിക്ക് എന്റെ പാർട്ണറായിട്ട് ഒരു ബീസ്റ്റിനെ കിട്ടിയില്ല. എന്റെ ഇടവും നോക്കി ഒന്നിനെ പോലും കിട്ടിയില്ല. ഈ ഹോന് കാര്യം മനസ്സിലായി. ഗോയിബു അപ്പോ സ്റ്റാർ യൂണിക്കോൺ കിങ് പോലും അവനെ വേണ്ടെന്ന് വെച്ച് അത് കേട്ട് സെയിന്റ് മൗണ്ടൈൻ നിനക്ക് കിട്ടിയല്ലോ പോയിക്കൂടെ ഗോയിങ് അവനെ കൊണ്ടുപോയി. അവനോട് സ്റ്റാർ യൂണിക്കോന്റെ കാര്യം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞില്ല. എല്ലായിടവും നോക്കി വേറെ വഴിയില്ല എന്നതോടെ നീ ഈഗോ നന്ദി പറഞ്ഞു പോകുന്നു. അവനും റെസ്പെക്ട് കൊടുത്തിട്ട് നിരാശയോടെ പോവാണ്. അപ്പോഴാണ് സെയിന്റ് മൗണ്ടൈൻ ഹോളി മൗണ്ടൈന്റെ ടോപ്പ് എന്നത് പോർട്ടൽ ഫോർമേഷൻ അത് യൂസ് ചെയ്ത് അവിടെ പോയാൽ ചിലപ്പോൾ നിനക്ക് വേണ്ടത് കിട്ടും. എന്നാൽ ഈഗോ അതൊന്നും ഡേഞ്ചറാണ് എന്നത് പറയുമ്പോൾ കാര്യം ചോദിക്കുന്ന അത് റാൻഡമായിട്ട് കിട്ടുന്നതാണ്. ഏതാണെന്ന് സ്ട്രോങ് ഏതാണ് വീക്ക് എന്ന് അറിയില്ല. വീക്കായതാണ് എടുക്കുന്നതെങ്കിൽ അവന്റെ ലൈഫ് ലോങ് പാർട്ണർ ആകേണ്ടത് വേസ്റ്റ് ആകും. അവൻ പറയുന്നത് ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും ഉള്ളത്. സെയിന്റ് മൗണ്ടൻ വരെ പോർട്ടൽ ഫോർമേഷനിലേക്ക് കൊണ്ടുപോയി. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ എനർജി കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടി അവനുമായിട്ട് ചെയ്യുകയാണ്. ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിനുള്ളിൽ അവനൊരു ബീസ്റ്റിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നീ വരണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആ ലോകത്ത് അവൻ ട്രാപ്പാകും. അവന് സംബന്ധിച്ച് ഈഗോ വലിയ റിസ്ക് എടുക്കുന്നു എന്റെ സ്റ്റുഡന്റ് ആകാൻ എന്ന് ഈ മനസ്സിലാണ് ഈഗോ വിചാരിക്കുന്നത്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് അവൻ ഹോളി മൗണ്ടൈനിലെ ടോപ്പിലെത്തി. അതൊരു നോർമൽ വേൾഡ് പോലെയല്ല. എന്തിനാ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത പോലെ. അവിടെ ഒരുപാട് പവർഫുൾ പോലത്തെ ബീസ്റ്റർ ഉണ്ട്. എന്നാൽ ഒന്നുപോലും അവന്റെ പാർട്ണറായിട്ട് വരുന്നില്ല. അവൻ പോകുന്നു ഒന്നും തന്നെ അവന്റെ അടുത്തേക്ക് വരുന്നില്ല. പുറത്താകട്ടെ ടൈം തീരാറായി എന്നതുപോലെ ഈഗോയ്ക്ക്
എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് പിന്നും പറയുമ്പോൾ സെയിന്റ് കൊണ്ട് പിന്നെയും സ്പിരിച്വൽ എനർജി അത് കൊടുക്കുവാണ്. അവ ടോപ്പിലേക്ക് പിന്നെ പോയതുപോലെ അവിടെ ആകട്ടെ എല്ലാ ബീസ്റ്റുകളും ഉണ്ട്. അതിന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ഫോണിക്സ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാകാതെ വളരെ സ്ട്രോങ് ആയതുപോലെ എല്ലാം അതിന്റെ മുൻപിൽ നിൽക്കുവാണ്. അവനത് എന്തോ ഒരു ബീസ്റ്റ് അവനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ ഒരു ഫീല്. അവൻ ആ ഫീലിന്റെ അടുത്ത് ചെല്ലുന്നത് നീയാണ് എന്നെ വിളിച്ച് പുറത്ത് അവനാകട്ടെ പാടുപെടുന്നത് പോലെ. യുഹോ പറയുന്നുണ്ട് നീ ഒരിക്കലും ആ ലോകത്ത് സ്റ്റക്കാകരുത്. അവന് മനസ്സിലായി ടൈം തീരാറായിരുന്നു. ആ ഫോണിക്സിനോട് അവന്റെ പാർട്ണറാകാമോ എന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിച്ചതുപോലെ അവന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിന്നെ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ചെയ്യാനായി തുടങ്ങി. എന്നാൽ സെയിന്റ് മൗണ്ടന്റെ സ്പിരിച്വൽ എനർജി അത് വലിയ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടൈം കഴിഞ്ഞതുപോലെ അവൻ ആ ലോകത്ത് അത് ട്രാപ്പായി. എന്നാൽ സെയിന്റ് മൗണ്ടൻ അങ്ങനെ ഗീവ് അപ്പ് ചെയ്യാതെ പിന്നെ ഒരുപാട് പവേഴ്സ് ഉപയോഗിച്ച് കൊണ്ടുവന്നു. അവനങ്ങനെ കൊണ്ടുവന്നു, അവൻ നേടി എന്നോട് പറയുകയാണ്. ഈഗോ അവർ അടുത്തേക്കിരുന്നു. അപ്പോഴാണ് അവർ കണ്ട് ഷോക്കായി പോയത്. സംഭവം അവർ കൊണ്ടുവന്നത് അവൻ കൊണ്ടുവന്നത് ഫോണിക്സ് അല്ല, വേറെ ഏതോ ഒരു വേസ്റ്റാണ്, ലിസാർഡ്. അത് ലെവൽ 2 ആണ്. അവന്റെ അടുത്തേക്ക് വന്ന് അതിനെ തൊടാൻ വന്നതും അത് പേടിച്ചു. അതിന്റെ ബോഡി മുഴുവൻ വളരെ പരിക്കായിരുന്നു. അതവന് ചോദിക്കുകയാണ്. പേടിച്ചാണെങ്കിലും പിന്നെ അത് മാറി. എന്നാൽ ഈഹോ ഒരു വീക്കായ ബീസ്റ്റ് നിനക്ക് യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ കൊന്നുകളയാനായിട്ട് വന്നപ്പോൾ ഹാവച്ചൻ തടഞ്ഞു. അവന്റെ ഫ്യൂച്ചർ ഇത് കാരണം ഇല്ലാതാകും എന്നോട് പറയുമ്പോൾ അതോടെ നീ ഹയ്യസ്റ്റ് നൈറ്റ് ആകണമെങ്കിൽ ഇതുപോലെ വീക്കസ്റ്റ് ബീസ്റ്റിന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതിന് ഹാവച്ചൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്ത വളരെ ക്ലോസ് ആയിട്ട് തോന്നിയതാണ്. ആ മുൻപ് ആ ഫോണിക്സിനാണല്ലോ എടുക്കാൻ പോയത്. അതിനെ കണക്ട് ചെയ്യാൻ വന്നപ്പോഴാണ് തൊട്ടടുത്ത് ട്രാപ്പായ രീതിയിൽ ഈ ബീസ്റ്റ്. സത്യത്തിൽ ഇത് തന്നെയാണ് അവന് ക്ലോസ് ആയിട്ട് ഉള്ള ഫീല് അത് കൊടുത്തത് തന്നെ. അതുകൊണ്ടാണ് വീക്കാണയെ കൂടി ലിസാർഡിനെ അവൻ ചൂസ് ചെയ്തത്. ഞാനിവന് ഒരുമിച്ച് വളരും, ഇനി ഇവനെ ഒറ്റപ്പെടുത്തില്ല. ഹാവച്ചൻ ആരും തന്നെ കൂട്ടുകാരായിട്ട് ഇല്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്നുണ്ടോ. അപ്പോൾ ആ ലിസാർഡ് അവനൊന്ന് ഹാപ്പി ആകുന്നത് പോലെ അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഈഗോ ആകട്ടെ എന്തോ പോലെ അവന്റെ അടുത്തേക്ക് വന്ന് എന്താ ചെയ്യാൻ പോകുന്നു. അവൻ പേടിച്ചു. പേടിക്കണ്ട, ഞാൻ പരിക്കുമാറ്റിക്കാണ്. എന്ന സെയിന്റ് മോട്ടെ നിർത്ത്, നിനക്ക് മരിക്കണ്ടെങ്കിൽ നീ അത് ട്രീറ്റ് ചെയ്യരുത്. കാര്യം ചോദിക്കുമ്പോൾ നൈറ്റിലെ സ്നേഹവും ദയം നീ കാണിക്കുന്നുണ്ട്, എന്നാൽ ഇതൊരു നോർമൽ പോലെയല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാർക്ക്നെസ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സംഭവം ചിലത് ഡീമൺ ബീസ്റ്റുകളാണ്, അത് ഡാർക്ക്നെസ് ആയിട്ട് ചേർന്നതാണ്. അതുപോലെ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് അതിന് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അതിന്റെ ഡാർക്ക്നെസ് പവർ കാരണം അത് ഇല്ലാതാകും. നിനക്കതിനെ സേവ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരു ഏൻഷ്യന്റ് ടൈമിൽ ഒരു ഫോർബിഡൻ ടെക്നിക് ഉണ്ട്, ബ്ലഡ് എക്സ്ചേഞ്ച്. അതും നിന്റെ ലൈറ്റ് പവർ കൂടി ഉപയോഗിച്ച് ചേർന്ന് ചെയ്യുക. അങ്ങനെയെങ്കിൽ ആ ഡാർക്ക് എനർജി അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ അത് നോർമലാകും. എന്നാൽ ഇത് വളരെ റിസ്ക് ആണ്, ഒരുപാട് എനർജി ലോസ് ആകും. അവനും എന്നിട്ട് പോലും അത് ചെയ്യുകയാണ്. ആ ഡാർക്ക് പവർ അത് പുറത്തു വരാനായിട്ട് തുടങ്ങി. ഹാവച്ചനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഈഗോ ടെൻഷനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇല്ല, ഈ ബ്ലഡ് എക്സ്ചേഞ്ച് തുടങ്ങിയ സ്റ്റോപ്പ് ആക്കാൻ കഴിയില്ല, അവൻ തന്നെ അത് തീർക്കണം. അവനത് അറ്റാക്ക് ചെയ്യുമ്പോൾ അവനെ ലൈറ്റ് ഉപയോഗിച്ച് ഇല്ലാതായി. ഞാൻ പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കാം എന്ന് സെയിന്റ് കൊണ്ട് അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു. അവന് മയങ്ങി വീഴാനായിട്ട് പോകുന്ന രീതിയിൽ ആ ലിസാർഡ് അവനെ താങ്ങി നിർത്തി. അതിനോട് നമുക്ക് ഒരുമിച്ച് ഗ്രോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിലെ ഹാർട്ട് അതിൽ ലൈറ്റ് പവേഴ്സ് വന്ന് ക്യൂറാക്കുന്നു. അങ്ങനെ കുറച്ച് നിമിഷം കടന്നുപോയി. അവസാനം ഹാവച്ചൻ മയങ്ങി വീഴുന്നു. ആ ലിസാർഡിന്റെ ഹാർട്ടും ശരിയായി. അവൻ നേടി. ഹാവച്ചന്റെ എനർജി ലോസ് ആയി എന്ന് ഈഗോ ചെന്ന് അവന് എടുക്കാനായിട്ട് വരുമ്പോൾ ലിസാർഡ് തടഞ്ഞു. ഫയർ ആണല്ലോ ആട്രിബ്യൂട്ട്, അതാണ് ആട്രിബ്യൂട്ട്സ്. പിന്നെ ചെല്ലാനായിട്ട് നോക്കി. എന്നാൽ ഒരു വലിയ പവർ ഉപയോഗിച്ച് പിന്നെ തടയുകയാണ്. ഇതിനിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞ് ഈഹുവ അതിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്താണെന്ന് അത് എവോൾവ് ആവാൻ തുടങ്ങി. അതിന് രണ്ടാമത്തെ ഒരു ഹെഡ് വന്നു. അതെങ്ങനെയുടെ എന്നൊന്നും ഇപ്പോൾ അറിയില്ല. അത് കണ്ട് ഷോക്ക്. കാരണം ലെവൽ 5 ബീസ്റ്റുകൾ മാത്രമേ എവോൾവ് ആകൂ, അല്ലെങ്കിൽ അത് ഇങ്ങനെ വളരുക മാത്രമേ ചെയ്യൂ. എന്നാൽ ഇത് ലെവൽ 2 ആണ്. ഇപ്പോൾ അത് ലെവൽ 4 ആയി. അത് മാത്രമല്ല ആ ലിസാർഡ് അവനായിട്ട് കണക്ട് ചെയ്യണം. ബ്ലഡ് പാക്ട് ഇപ്പോൾ പരസ്പരം കണക്ട് ആയി. വെറുതെ അല്ല നിന്നെ സ്റ്റോപ്പ് ആക്കിയത് എന്ന് സെയിന്റ് മൗണ്ട്. സംഭവം എന്താണെന്നാൽ ബ്ലഡ് എക്സ്ചേഞ്ച് ആ രീതിയിൽ ആ ബീസ്റ്റ് അത് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മാസ്റ്റർ അതും ടിട്ടാകും. എന്നാൽ ബ്ലഡ് പാക്ട് അത് ചെയ്യുന്നതോടെ ആ ബീസ്റ്റ് മരിച്ചാലും മാസ്റ്ററിന് ഒന്നും തന്നെ പറ്റുകയില്ല. അതൊരു ഫോർബിഡൻ ടെക്നിക്കാണല്ലോ, പേടിക്കണ്ട. ഇപ്പോൾ രണ്ടുപേരും സേഫാണ്. തുടക്കം തന്നെ എന്നെ അതിശയിപ്പിച്ച്. ഇവർ രണ്ടും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് അമേസിങ് ഇത് തന്നെയാണ്. അങ്ങനെ അവനും ബോധം വന്ന് ആ ബീസ്റ്റിന്റെ മാറ്റം വന്നു നോക്കുമ്പോൾ അതിന്റെ ഷേപ്പ് മാറി. പറക്കുന്ന നട്ട് അത് ഫയർ കൺട്രോൾ ചെയ്ത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം അവനും പിടിച്ചു. അവന് ഹാപ്പി ആയി. ഒരു പാർട്ണറെ കിട്ടിയതിൽ അവ ഒറ്റപ്പെട്ടാണല്ലോ ഉള്ളത്. നീ അതിന്റെ പേരിടാനായിട്ട് പറയുമ്പോൾ ഹാവച്ചൻ ഇടുന്നത് ഹാവ്യു അങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ട് അതിനെ കൊഞ്ചിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.